മിസ് പറഞ്ഞ കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? കേൾക്കാമോ? യെസ്. when do you do the following things? നമ്മൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ജഗിന, നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം, ഏകദേശം സമയം എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് എന്തായിരുന്നു ഒരു ടൈം നമ്മൾ പറഞ്ഞു. 7 ബജെ അല്ലേ? 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത് പറഞ്ഞു. നാസ്ത കർണ, നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം പറഞ്ഞു. 8 ബജെ 8 മണി. സ്കൂൾ ജാന, സ്കൂളിൽ പോകുന്ന സമയം എത്ര മണിയായിരുന്നു? 8:30 8:30 8:30 അല്ലേ? 8:30. സ്കൂൾ സേ ഘർ ആന, ഇനി സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുന്ന എത്ര മണിക്കാ? 4 ബജെ 4 മണിക്ക്. നെക്സ്റ്റ് ഗൃഹകാര്യകർണ, വീട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് എന്താണ്? എത്ര മണിക്കാണ്? 4:30 ബജെ 4:30 മണി 4:30 അല്ലേ? നെക്സ്റ്റ് ഖേൽനെ ജാന, സ്കൂൾ അത് വീട്ടിലെത്തി അതൊക്കെ ചെയ്തതിനു ശേഷം ചായ ഒക്കെ കുടിച്ചതിന് ശേഷം കളിക്കാൻ പോകുന്ന ടൈം 5 മണി 5 ബജെ. രാത്രി കാ ഭോജൻ കർണ, രാത്രി സമയം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. 9 മണിക്ക് അല്ലെ? ഏകദേശം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. 11 മണി 12 മണി 2 മണി എന്നെല്ലാം പറഞ്ഞവരുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? ഇത് ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഉറങ്ങി ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ചോറുണ്ണാൻ എഴുന്നേൽക്കുന്നതൊക്കെ. 12 മണി 11 മണി 2 മണി എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ ഞങ്ങള് എല്ലാവർക്കും വേണ്ടി ഒരു സമയം കൊടുത്തു. 9 ബജെ അല്ലെ? 9 മണി. ഇത് പറഞ്ഞു 9 മണിക്ക് ഭക്ഷണം കഴിച്ച് ഒരു 10 മണിക്ക് ഉറങ്ങുന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. സോന, ഉറങ്ങുന്നത് 10 ബജെ. നിങ്ങൾ ചെറിയ മക്കളായതുകൊണ്ട് നിങ്ങൾ 10 മണിക്ക് തന്നെ ഉറങ്ങണം എന്ന് മിസ് പറഞ്ഞായിരുന്നു. 10 ബജെ നമ്മൾ അത്രയും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? ആ താഴത്തെ ക്ലോക്ക് നോക്കിയിട്ട് സമയം എഴുതാൻ വേണ്ടിയിട്ട്. ആ സമയം നോക്കാൻ വേണ്ടി കുറച്ച് പേർക്കൊന്നും കിട്ടിയില്ല അല്ലെ? കാരണം എന്തുകൊണ്ടാ? നിങ്ങളിപ്പോ ക്ലോക്ക് യൂസ് ചെയ്യുന്നില്ല, ക്ലോക്കിൽ നോക്കാറില്ല, ക്ലോക്കോ വാച്ചോ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് സമയം നോക്കി പറയാൻ വേണ്ടി സാധിക്കാത്തത്. കാരണം നിങ്ങൾ ഫോൺ നോക്കി വേഗം എളുപ്പത്തിൽ ഫോൺ നോക്കി സമയം പറയും. അങ്ങനെ ഒരു ഇത് ഉള്ളത് കൊണ്ട്, സംവിധാനം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, ക്ലോക്ക് ശ്രദ്ധിക്കാത്തത്. ക്ലോക്ക് നോക്കി സമയം നോക്കുന്നവർക്കാണെങ്കിൽ അത് വേഗം ആ സമയം എത്ര മണിയാന്ന് പറയാം. എന്താ ദേവാഞ്ജന? ദേവാഞ്ജന എന്താ? രണ്ടാമത്തെ മൂന്നാമത്തെ നോട്ട്ബുക്കിൽ ഏതാ? രണ്ടാമത്തെ മൂന്നാമത്തെയോ? ഏതാ രണ്ടാമത്തെ മൂന്നാമത്തെ? ഇപ്പൊ പറഞ്ഞതോ? വേണ്ട വേണ്ട, അത് ടെക്സ്റ്റിൽ അടയാളപ്പെടുത്താനാ പറഞ്ഞത്, ടെക്സ്റ്റിൽ എഴുതാനാ പറഞ്ഞത്. ഇപ്പോഴുള്ള ആ ടൈമിന്റെ അല്ലേ സമയം എഴുതേണ്ടത്? അത് ടെക്സ്റ്റിൽ തന്നെ എഴുതിയാ മതി. കേട്ടല്ലോ? ഇനി നെക്സ്റ്റ് ക്ലോക്ക് നോക്കി സമയം പറയാൻ വേണ്ടി പറഞ്ഞതില് ഫസ്റ്റ്, അത് നിങ്ങൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒന്നുകൂടി പറയാണ്. ഒന്നാമത്തെ ഫസ്റ്റ് ക്ലോക്കില് 12 മണിയാണ്. 12 ബജെ എന്ന് എഴുതും. 12 ബജെ മിസ് അന്ന് അയച്ചു തന്നതാണ്. കുറെ പേര് കണ്ടു, കുറെ പേര് കാണാറുമില്ല. ഗ്രൂപ്പ് ഒന്ന് നോക്കണേ നിങ്ങള്. 12 ബജെ ഒന്നാമത്തെ ക്ലോക്കിൽ എത്ര മണിയാണ്? 12 മണി. അതിന് നേരെ വലതുവശത്തുള്ള ക്ലോക്കില് 6 മണിയാണ് സമയം. ചഹ് ബജെ. യെസ്, കുറച്ചു പേര് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ കണ്ടു, മിസ് കണ്ടു. ആൻഡ്രോസ് എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഷെഫി ഓക്കെ. ചഹ് ബജെ കുറെ പേര് എഴുതിയിട്ടുണ്ട്. നേരെ വലത് സൈഡിലുള്ള ക്ലോക്കില്, രണ്ടാമത്തെ ക്ലോക്കിൽ വരുന്ന സമയം എത്രയാണ്? 6 മണി. ചഹ് ബജെ. മൂന്നാമത്തെ ക്ലോക്കിൽ, വലത് സൈഡിലെ മൂന്നാമത്തെ ക്ലോക്കില് സമയം 9 മണിയാണ്. 9 മണി എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന്ദിയില്? 9 ബജെ. 9 ബജെ. ഇനി അതിന് തൊട്ട് താഴെ വരുന്നത്, അതിൽ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് മിസ് അത് എഴുതിയതും കൂടി ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. മിസ് എഴുതിയത് ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. അതൊന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതിക്കോളൂ. അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ. തൊട്ട് താഴെയുള്ള നാലാമത്തെ ക്ലോക്കില് സമയം 7:45 എത്ര സമയം? 7:45 അല്ലേ? 7:45 എന്ന് പറയുമ്പോ എത്ര, എങ്ങനെ എഴുതുക? പൗനെ 7. എങ്ങനെ എഴുതുക? പൗനെ 7. പൗനെ. ദേവാഞ്ജന ഒന്നും കഴിച്ചില്ലേ? ബുക്ക് തുടങ്ങിയ? ദേവാഞ്ജന
ബുക്കിന്റെ പേപ്പർ ഒന്നും തിന്നല്ലേ? അപ്പൊ നാലാമത്തെ ക്ലോക്കിൽ നമ്മൾ പറഞ്ഞ സമയത്തിലാണ് 7:45, പൗനെ 7 എന്നാണ് പറയാ. അതുപോലെ അഞ്ചാമത്തെ ക്ലോക്കിൽ വലത് സൈഡിൽ വരുന്നത് 6:15 സമയം അല്ലേ? 6:15. 6:15 എങ്ങനെ പറയും? സവാ ചഹ്. സവാ ചഹ്. നെക്സ്റ്റ് സോറി, സവാ 5 ആണ് മക്കളെ. അത് 6:15 സമയം. അപ്പൊ അത് മിസ് ഒന്ന് അത് മാറ്റുന്നുണ്ടേ, മക്കളൊന്ന് മാറ്റുന്നത് ശ്രദ്ധിച്ചില്ല ഞാൻ, സോറി. സവാ 5. സവാ എന്ന് പറഞ്ഞാൽ 1:15 നമ്മൾ സവാ എന്ന് മാത്രം പറയാം. 1:15, 1/4 അതിനെയാണ് നമ്മള് സവാ എന്ന് പറയാ. അപ്പൊ ഇവിടെ പിന്നെ 6:15 നമ്മൾ എത്ര സമയം പറഞ്ഞത്? 6:15. അപ്പൊ നമ്മള് 6:15 എന്ന് പറയുമ്പോ നമ്മൾ അതിൽ നിന്ന് സംഖ്യയിൽ നിന്ന് 1 കുറക്കണം. 6ന്റെ സമയത്ത് നിന്ന് 1 കുറച്ച് 5 കിട്ടും. അതിനോട് സവ ചേർക്കണം. അപ്പൊ 6ന് നമ്മൾ പറയല് ചഹ്, 5ന് നമ്മൾ പറയല് 5. ഇപ്പൊ 5നോട് സവ ചേർത്താൽ എന്താവും? 5 + 1/4 6:15 ആവും. അപ്പൊ നമ്മൾ സവ ചഹ് എഴുതാൻ പാടില്ല, സോറി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സവ ചഹ് എന്നാണ് തോന്നുന്നു അയച്ചത്, നിങ്ങളൊന്ന് മാറ്റണം. സവാ 5. സവാ 5 എന്ന് പറഞ്ഞാലാണ് 6:15 വരിക. ഈ കാല് ചേർന്ന് വരുമ്പോ ഉള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് പ്രശ്നം വരും. അത് സവ ചേരുമ്പോ, സവ എന്ന് പറഞ്ഞാൽ 1:15 അത് ഒരു സംഖ്യയോട് കൂടി കൂടുമ്പോഴേ സംഖ്യ കുറച്ചിട്ടാണ് എഴുതേണ്ടത്. സവാ 5 എന്ന് പറയുമ്പോ സവാ 5. ഇപ്പൊ 6:15 ആയതുകൊണ്ടാണ് നമ്മൾ സവാ 5 എന്ന് പറഞ്ഞത്. 7:15 നമ്മൾ സവാ ചഹ് എന്നാ പറയേണ്ടത്. ചഹ് പറഞ്ഞ 6, സവ പറഞ്ഞ 1:15. അപ്പൊ 6ഉം 1:15 കൂടുതൽ 7:15 ആവും കേട്ടോ. മക്കളെ അതൊന്ന് സംശയം തീർത്തിട്ട് തന്നെ എഴുതണേ. സവ ചേർത്ത് വരുമ്പോ നിങ്ങളുടെ സമയത്തിൽ നിന്ന് 1 കുറച്ചിട്ട് അതിനൊന്ന് കൂട്ടി എഴുതുക. സവ എന്ന് പറഞ്ഞാൽ 1:15 അതിനോട് 1:15ന്റെ ബാക്കി വരുന്ന ടൈം കൂടി കൂട്ടുക. 6:15 ആണെങ്കിൽ സവ 1:15 നമ്മൾ തന്നല്ലോ, ബാക്കി 5 കൂടി കൂട്ടിയാൽ 6:15 ആവും. അത് മക്കളൊന്ന് മാറ്റി എഴുതണം. സവാ 5 മിസ് അന്ന് ശ്രദ്ധിച്ചില്ല. നെക്സ്റ്റ് 4:30 4:30 4:30. അര കൂട്ടി എഴുതുമ്പോ എല്ലാ സംഖ്യയോട് കൂടി 4:30 ചേർത്ത് എഴുതുക. 4:30. മിസ് അത് അയച്ചു തരാം. മിസ് അയച്ചു തരാം കേട്ടോ. നിങ്ങൾ അത് നോക്കി തെറ്റാതെ എഴുതണേ. ശ്രദ്ധിച്ച് എഴുതണം, തെറ്റാതെ. ഇനി അടുത്ത നെക്സ്റ്റ്, തും ക്യാ ഖാത്തെ ഹോ? നിങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്? എന്തൊക്കെയാണ് നിങ്ങളുടെ ആഹാരം? അതൊന്നും പറയണ്ട മിസ്സേ അല്ലേ. എന്താണ് ആഹാരം എന്നൊന്നും പറയണ്ട. എല്ലാം ഭക്ഷണക്രമം എല്ലാം മാറി, സമയമെല്ലാം മാറി, ചിട്ടവട്ടങ്ങളൊക്കെ ശീലങ്ങളൊക്കെ മാറി. രാവിലെ 8 മണിക്ക് സാധാരണ 8:30 സ്കൂളിൽ പോകും. നമ്മൾ 8 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ടാ പോകുന്നത്. ഇപ്പൊ ഉറങ്ങി എഴുന്നേൽക്കുന്നത് 10 മണി അല്ലെങ്കിൽ 11 മണി. 12 മണിക്കാ ക്ലാസ് എങ്കിൽ 11:45 എഴുന്നേൽക്കൂ. ക്രിസ്ത്യോക്ക് ചിരിക്കുന്നേ? സത്യം പറയുമ്പോ ക്രിസ്റ്റി ചിരിക്കുന്നുണ്ട്, കൊറേ പേര് ചിരിക്കുന്നുണ്ട്. 11:45 ക്ലാസ് എങ്കിൽ 11:30 എഴുന്നേൽക്കുന്നുണ്ടവരുണ്ട് അല്ലെ. അത്രയും സമയം ഉറക്കന്നെ. ഇന്നലെ പിന്നെ ഉറങ്ങിയിട്ടേ ഉണ്ടാവില്ല. കാരണം ഇന്നലെ നമ്മള് ഒക്ടോബർ 2 പ്രതിജ്ഞയൊക്കെ ചൊല്ലി. ഇനി ഫോൺ പഠന കാര്യങ്ങൾക്കല്ലാതെ ഫോൺ യൂസ് ചെയ്യില്ല എന്ന് പ്രതിജ്ഞയില്ലേ. അതിന്റെ വിഷമം ഉണ്ടാവും. ഗെയിം കളിക്കാനും കിട്ടൂല ഇനി അല്ലെ. പ്രതിജ്ഞ ചെയ്തും പോയി. ഇനിയിപ്പോ ഈ മാസം ഫുള്ള് ഗെയിമും ഇല്ല, ഒന്നുമില്ല, ഫോൺ തരില്ല ആരും അല്ലേ. അപ്പോ ഇവിടെ എന്താണ്, നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിക്കുന്നത്, എന്തൊക്കെയാണെന്നാണ് പറഞ്ഞു തരേണ്ടത് കേട്ടോ. അത് നിങ്ങളാണ് പറയേണ്ടത്. നമ്മൾ ആദ്യത്തെ നാസ്ത പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പറയുന്നത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാ കഴിക്കുന്നു എന്ന് പറഞ്ഞത്? ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്തൊക്കെയാ കഴിക്കുന്നേ? ഒന്നും കഴിക്കാറില്ലടാ. ആരും ഒന്നും തരില്ലേ വീട്ടിന്ന്.
നിങ്ങൾക്ക് ഭക്ഷണമൊന്നും തരുന്നില്ലേ നിങ്ങളെ പേരൻസ്? കൊറോണ ആയതുകൊണ്ട് സ്കൂളൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ആരും ഒന്നും അറിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊന്നും ഭക്ഷണം തരാതിരിക്കേന്ന്? തരുന്നില്ലേ? ഭക്ഷണം കഴിക്കാൻ തരുന്നില്ലേ? ഉണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിച്ചത് നിങ്ങള്? ബ്രേക്ക്ഫാസ്റ്റിന് പറഞ്ഞോ. ഓരോരുത്തരും ഓരോ ഭക്ഷണമായിരിക്കൂലേ കഴിച്ചിട്ടുണ്ടാവുക. എത്ര പേര് ദോശ കഴിച്ചിട്ടുണ്ട് ഇന്ന്? ദോശ കഴിച്ചവർ എത്ര പേരുണ്ടെന്ന് കൈവത്തെ? ദോശ കഴിച്ചവര്. അതിന് മിസ്സേ ദോശ കാണാൻ അടുക്കളയിലേക്ക് പോയോ അല്ലേ? ഉറങ്ങി എഴുന്നേറ്റ പോലെ ഇവിടെ ഇരിക്കേന്ന്. പല്ലും തേച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല, അതാണോ പറയാൻ പോന്നെ? ഓക്കെ ആരോൺ, ദോശ കഴിച്ചവരുണ്ട്. ഇഡ്ഡലി കഴിച്ചവരുണ്ടോ? ആരോൺ ദോശ ഇഡ്ഡലി എല്ലാം കഴിച്ചടാ. ഇന്ന് രാവിലെ കഴിച്ചവരുടെ കാര്യ പറഞ്ഞത്, അല്ലാണ്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നവരെ കാര്യമല്ല. ആരോൺ പേനയും കൂടി കഴിക്കല്ലേ, പേന വായിലിടല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരുണ്ടോ ഈ ക്ലാസ്സിൽ ഇപ്പോ? എബിൻ ഡൗൺ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരുണ്ടോ? ദേവാഞ്ജന കഴിച്ചില്ലേ? എന്തേ? ദേവാഞ്ജന പറഞ്ഞ എന്താ കാരണം? എന്താ ഭക്ഷണം കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ? എന്തേ? ദോശ ഇഷ്ടല്ല, അതുകൊണ്ട് ദോശ കഴിച്ചു. എന്താ? ദോശ ഇഷ്ടല്ലാന്നാ? അതുകൊണ്ട് ഒരു പഴം കഴിച്ചു. ഇന്ന് ദോശയാക്കിയത് വീട്ടില്? ഞാൻ എന്റെ അമ്മയെ വിളിച്ച് പറയും ഈ ആഴ്ച മുഴുവനും ദോശയാക്കി വെക്കാൻ വേണ്ടി പറയും കേട്ടോ. ഇന്ന് തന്നെ വിളിച്ച് പറയും. നീ എന്താ കഴിക്കുന്നതെന്ന് നോക്കട്ടെ. ദോശ കഴിക്കാൻ ഇഷ്ടമല്ല പോലും. ബാക്കിയുള്ളവരെല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണല്ലോ. അപ്പൊ നിങ്ങള് രാവിലെ, അപ്പൊ ഇവിടെ എന്താണ് നാസ്തേമേ, നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുന്ന ആഹാരങ്ങളുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. മിസ് കുറച്ച് ഇവിടെ ടെക്സ്റ്റിൽ എഴുതി വെച്ചിട്ട് മിസ് അയച്ചു തരാം. ഏകദേശം കുറച്ച് മിസ് എഴുതുന്നുണ്ട്. ദോശ, റോട്ടി, റോട്ടി മീൻസ് റൊട്ടി ഒന്നല്ല, ചപ്പാത്തിക്ക് നമ്മൾ റോട്ടി എന്ന് പറയുന്നത്, ഇഡ്ഡലി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഇനി കുറച്ചു പേര് ഇനി മിസ് ഞാൻ അതൊന്നും കഴിക്കാറില്ല, ഞാൻ കഴിക്കുന്നതൊന്നും മിസ് എഴുതി അയച്ചു തന്നില്ലല്ലോ എന്നുള്ള വിഷമം വേണ്ട. പൊതുവെ എല്ലാവരും കഴിക്കുന്ന ഒരു ആഹാരങ്ങളുടെ പേര് 2-3 മിസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുതേണ്ടതാണ്. നിങ്ങൾക്ക് എഴുതാൻ ആ ബുദ്ധിമുട്ടുള്ളത് കാരണം, നിങ്ങൾക്ക് അത് എഴുതിയാൽ മനസ്സിലാവാത്ത കാരണം മിസ് എഴുതിയതാണ്. അപ്പൊ ഇനി അതൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട. ഇത് 3 ഞാൻ കഴിക്കാറില്ല, അവിടെ ഞാൻ എഴുതൂല എന്ന് പറയും വേണ്ട. രണ്ടാമത് ദോപഹർക്കെ ഭോജന്, ഉച്ച സമയത്ത് നമ്മൾ ലഞ്ച് ടൈമിന് എന്തൊക്കെയാണ് കഴിക്കുന്നത്? ചായയാണോ ഉച്ചക്ക് കുടിക്കുന്നത്? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് ഉച്ചക്കാണോ കഴിക്കുന്നത്? ലഞ്ച് ടൈമിൽ നമ്മൾ രാവിലത്തെ ദോശയും ഇതൊക്കെയാണോ കഴിക്കുന്നത്? നോ. നമ്മൾ എന്താ കഴിക്കുന്നത്? സാധാരണ എല്ലാവരും കഴിക്കുന്നത് ബിരിയാണി കഴിക്കുന്നവരുണ്ടാകാം, ചോറ് അല്ലെ, ചോറ്, സാമ്പാറ്, പുളിശ്ശേരി, ഇങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടിയിട്ടുള്ള സദ്യ ഉണ്ണുന്നവരുണ്ടാകാം അല്ലേ? അല്ലേ? അങ്ങനെ തന്നെയല്ലേ ഉച്ച സമയം നമ്മൾ ലഞ്ച് ടൈമിൽ കഴിക്കുന്നത്? യെസ്. അതുപോലെ ലാസ്റ്റ് മൂന്നാമത്തെ എന്താണ്? രാത്രിക്കേ ഭോജന്, രാത്രിയിൽ നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിക്കുന്നത്? ദേവാഞ്ജന പറഞ്ഞ പൂരി എന്നാ. നിന്റെ ഭക്ഷണശീലേ ശരിയില്ല കേട്ടോ. രാവിലെ ദോശക്കോരം ബന്ന്, രാത്രിയില് പൂരി. ഉച്ചക്കോ? ഉച്ചക്ക് എന്താ കഴിക്കുന്നേ? ഹോർലിക്സാ? ചോറന്നല്ലേ? എനിക്ക് സംശയം, നീ വെള്ളം മാത്രം കുടിച്ചിട്ടാണോ നീ ഇങ്ങനെ എന്താ പറയണ്ട അങ്ങനെയാണോ നിക്കുന്നത്?
ഒട്ടുമിക്ക ആൾക്കാരും എന്താണ് ചോറ് കഴിക്കുന്നവരാണ്. ചോറും ബാക്കിയുള്ള കറികൾ കൂട്ടിയിട്ട് കഴിക്കുന്നവരാണ് കൂടുതലും. കുറച്ച് പേര് ബിരിയാണി ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ബിരിയാണി കഴിക്കുന്നവരുണ്ട്. ഓക്കെ, ആൻഡ്രോസ് എന്താ പറയുന്നേ? ആൻഡ്രോസ് ഉച്ചക്ക് ബിരിയാണി കഴിക്കാൻ ഇഷ്ടാന്നാ? ഓക്കെ, അപ്പൊ അത് മൂന്നുമാണ് ആ ലെസണിൽ എഴുതാൻ വേണ്ടി പറഞ്ഞത് അല്ലെ? ലാസ്റ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആഹാരങ്ങളുടെ പേര് എഴുതാൻ, ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിന് എന്താണ് കഴിക്കുന്നത് അത് എഴുതാൻ, രാത്രി സമയങ്ങളിൽ എന്താണോ കഴിക്കുന്നത് അത് എഴുതാൻ. നിങ്ങളാണെങ്കിൽ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല അല്ലെ? നമ്മളെല്ലാം ഓപ്പോസിറ്റ് എന്തൊക്കെയോ കാര്യങ്ങളാണ് കഴിക്കുന്നത് അല്ലെ? ശരിയായ ഭക്ഷണ രീതിയല്ല. അത് ക്ലിയർ ആയോ നിങ്ങൾക്ക് പറഞ്ഞത്? ആ ലെസണിന്റെ കംപ്ലീറ്റ് ആയോ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ക്ലാസ് എന്താണ് കഴിയാറായി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങളുടെ മുന്നില് ടെക്സ്റ്റോ നോട്ടോ ഒന്നും ഉണ്ടാവുന്നില്ല. പകരം പേപ്പറിൽ പേരെഴുതി റെഡിയാക്കി വെക്കുക. എക്സാമിന് റെഡി ആയിട്ട് ഇരിക്കുക. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം. കൃത്യമായി മിസ്സിന് കാണണം നിങ്ങളെ. പിന്നെ ഹെൽപ്പിന് ഒരാളെയും സോപ്പിംഗ് ഒന്നും വേണ്ട, ഒരാളെയും ഹെൽപ്പിന് കൂട്ടുകയും വേണ്ട. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സന്നദ്ധരായിട്ട് അവിടെ കുറച്ച് പേരുണ്ട് എന്ന് എനിക്കറിയാം. ഒരാളെ ഹെൽപ്പ് ആവശ്യമില്ല. കേട്ടല്ലോ? നിങ്ങളോട് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട് അവർക്ക്. ഭയങ്കര സ്നേഹമായിരിക്കും. ഓ എന്റെ മോന് അല്ലെങ്കിൽ എന്റെ മോള് തോറ്റാൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ മോശമല്ലേ എന്നുള്ള വിചാരിച്ചിട്ട് അവര് വേണമെങ്കിൽ നോട്ടോ എന്തെങ്കിലും കാണിച്ചു തരുമോ, എന്തെങ്കിലും ചെയ്താലും മിസ്സിനോട് പറയണം. ആരുടെ പേരന്റാണോ അല്ലെങ്കിൽ ആരുടെ വീട്ടിൽ നിന്നാണ് അങ്ങനെ ഹെൽപ്പ് ചെയ്തിരുന്നത് അവര് എനിക്ക് പേര് പറഞ്ഞു തരണം. അവർക്ക് നല്ലൊരു സമ്മാനം ഉണ്ട് മിസ്സിന്റെ കയ്യിൽ. അല്ലെന്താ മിസ് ഇന്നാണ് ടെസ്റ്റ്? ഇന്ന് നെക്സ്റ്റ് പീരീഡില് നമുക്ക് എക്സാം വെക്കാം. നെക്സ്റ്റ് പീരീഡ് ആകുമ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ട് പേപ്പറും കൊണ്ട് ഇരുന്നോളൂ. പേര് എഴുതി വെച്ച് എന്നിട്ട് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ മിസ്സിനെ എന്താ പറയണ്ടേ, ഗ്രൂപ്പിലിട്ട് തരണ്ട, നിങ്ങള് പേഴ്സണൽ ആയിട്ട് അയച്ചു തന്നാൽ മതി. നിങ്ങളുടെ പേര് കൃത്യമായിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾ എനിക്ക് മിസ്സിന്റെ പേഴ്സണൽ ആയിട്ട് അയച്ചു തരാം. ഗ്രൂപ്പിലിട്ട് തരുമ്പോ അത് മോശമാണ്, കാരണം മറ്റുള്ളവർ കാണും. അങ്ങനെ വേണ്ട, പേഴ്സണൽ ആയിട്ട് അയച്ചു തരണം. ആഷിൻ, എന്താ ആഷിൻ? എന്താടാ? പേഴ്സണൽ നമ്പർ വേണ? അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ 98 47 98 47 88 89 18. 98 47 88 89 18. 9847 888 918. 9847 888 918. ഇനി പറയണോ? 9847 888 918. ആൻഡ്രോസ് എഴുതിയില്ലേ? 9847 888 918. നിങ്ങളുടെ നെയിം, പേര്, ക്ലാസ് കൃത്യമായി പേപ്പറിന്റെ മുകളിൽ എഴുതുക. ഹിന്ദി നോട്ടോ ടെക്സ്റ്റോ എന്നിലോ നിങ്ങളുടെ ആ റൂമിൽ എവിടെയും വേണ്ട, അതൊക്കെ മാറ്റി വെക്കുക. കേട്ടല്ലോ? പേപ്പർ, അതിനുള്ള എഴുതാനുള്ള പേന, അത് മാത്രം ഉണ്ടാവണം മുന്നില്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും നിങ്ങളുടെ അടുത്ത് വേണ്ട. നിങ്ങൾ സ്വന്തമായിട്ട് അറിയുന്ന കാര്യങ്ങൾ, ആ പാഠത്തിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് മാത്രം മിസ്സിന് എഴുതി അയച്ചു തരിക. ക്ലാസ് കഴിഞ്ഞ, എക്സാം കഴിഞ്ഞ ആ ടൈമിനുള്ളിൽ തന്നെ
അയച്ചു തരണം. ഇന്നിപ്പോ രാവിലെ എക്സാം കഴിഞ്ഞ് ഇനി രാത്രിക്കുള്ളിൽ അങ്ങനെ അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ അയച്ചു തരണം. ഇപ്പൊ തന്നെ അയച്ചു തരണം. മിസ്സിന്റെ പേര് സജിത. ഇനി മിസ്സിന്റെ പേര് അറിയില്ല പറയല്ലേ, മിസ് കുറെ നാളായി ക്ലാസ് എടുക്കുന്നു. മിസ്സിന്റെ പേര് സജിത എന്നാണ്. ഓക്കെ മോളെ ആൻഡ്രോസ്, എനിക്ക് അങ്ങനെ എഴുതിയാൽ കാണിച്ചു തന്നാൽ എനിക്ക് കാണില്ല. ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ് ആവുമ്പോഴേക്ക് റെഡി ആവുമല്ലോ. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കണം, ഫുൾ മാർക്ക് വാങ്ങിയിരിക്കണം, ഇല്ലെങ്കിൽ മിസ്സിനും മോശമാണ് നിങ്ങൾക്കും മോശമാണ്. ആ മാർക്ക് കുറഞ്ഞവർക്ക് ഓൺലൈനിലൂടെ അടിയായിരിക്കും. ഓൺലൈനിൽ അടി എന്ന് പറഞ്ഞാല് ചിലപ്പോ നിങ്ങളെ വീടിന്റെ പുറത്ത് ഉണ്ടാവും മിസ്. നിങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മിസ് തിരിഞ്ഞു നോക്കിയൊന്നും വേണ്ട, മിസ് ഉണ്ടാവും അവിടെ. നിങ്ങൾ എങ്ങനെ എഴുതുന്നൊക്കെ മിസ് ശ്രദ്ധിക്കും. ആശയും ചിരിയൊന്നും വരണ്ട, ഞാൻ ഉണ്ട്, ഞാൻ വരും. എല്ലാരെ വീട് എനിക്കറിയാം. അപ്പൊ അത് ശ്രദ്ധിച്ചെഴുതുക, കൃത്യ ടൈമിനുള്ളിൽ അയച്ചു തരിക. ഓക്കെ ഓക്കെ ബൈ. ഓക്കെ